ഹായ് ഓൾ, ജറാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പോൾ മത്തി മുട്ട കൊണ്ട് വെറൈറ്റി ആയിട്ട് ഒരു കിടില റെസിപ്പിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മത്തി മുട്ട നല്ലപോലെ കഴുകി അതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ചുപ്പും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി ഇടുക. നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വെക്കുക. അതിന് ശേഷം ഉള്ളിയും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നന്നായി മുറിച്ചിടുക. കുറച്ച് തേങ്ങയും കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും മാറ്റി വെക്കുക. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് നമ്മുടെ ആ പാകം ചെയ്ത് വെച്ച മത്തി മുട്ട ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ടതില്ല, കുറച്ചൊരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സോഫ്റ്റ് രൂപത്തിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നമുക്ക് ആ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് വേവിക്കണം. അടിയിൽ പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിമ്മിൽ വെച്ച് നല്ലപോലെ തക്കാളിയും സവാളയും ഒക്കെ ഉടഞ്ഞ് വരണം. നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും മത്തി മുട്ട ഫ്രൈ ചെയ്തല്ലേ കഴിക്കുന്നത്, ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നന്നായി വേണ്ടതിന് ശേഷം കറിവേപ്പിലയും തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുത്ത് നമ്മൾ മാറ്റി വെച്ച മത്തി മുട്ടയും കൂടി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം. നല്ലതായാലും ചീത്തയായാലും എല്ലാം. കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക. വെന്തതിന് ശേഷമൊക്കെ അതിന് ശേഷം മാത്രം മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മത്തി മുട്ട ഇവിടെ റെഡിയായി. പ്രത്യേക ഒരു ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ഇടുന്നത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു പുതിയ ഹൈപ്പ് വന്നിട്ടുണ്ട്. ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ.